നമസ്കാരം. വില്ലേജ് ഓഫീസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അഴിമതികളും ആരോപണങ്ങളും നിറഞ്ഞൊരിടം എന്ന് മാത്രമാണ്. നിരവധി പ്രതിസന്ധികളും പ്രായോഗിക ബുദ്ധിമുട്ടുകളും അഴിമതി ആരോപണങ്ങളും നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിലും ഭൂമാഫിയകളെ പൂർണ്ണമായും നീക്കം ചെയ്തും നമ്മുടെ കൊല്ലം ജില്ലയ്ക്ക് മാത്രമല്ല മറ്റുള്ള ജില്ലകൾക്ക് കൂടി മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിൽ ബെസ്റ്റ് വില്ലേജ് ഓഫീസർ 2023 അവാർഡ് കരസ്ഥമാക്കിയ മീനാട് വില്ലേജ് ഓഫീസർ സുനിൽകുമാർ സാറിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. 2004 സാർ സർവീസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം തികച്ചും വ്യത്യസ്ത ഒരു പ്രൊഫഷനിൽ നിന്നാണ് സാർ ഇതിലേക്ക്, അതായത് 1-2 മേഖലകൾ കൈകാര്യം ചെയ്തതിന് ശേഷമാണ് സാർ ഈ വില്ലേജ് ഒരു ഫീൽഡിലേക്ക് സാർ വരുന്നത്. അപ്പോൾ സാർ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് സാറിന് അത് പറയാനുള്ളത്? ഇപ്പോൾ ഈ അവാർഡിൽ വന്ന് വളരെ ഒരു മധുരതരമായ ഒരു നിമിഷത്തിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ സാറിന് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? 2000 പോലീസ് കോൺസ്റ്റബിളായിട്ടാണ് ജോലിയിൽ പ്രവേശിക്കുന്നത്. അങ്ങനെ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 2004 എനിക്ക് റവന്യൂവിൽ ജോലി ലഭിക്കുന്നത്. ജോലി ലഭിച്ച് 2019 ഞാൻ വില്ലേജ് ഓഫീസറായി പ്രൊമോഷനായി. ഇടുക്കിയിലായിരുന്നു 3 വർഷക്കാലം. പിന്നെ തുടർന്ന് വില്ലേജ് ഓഫീസറായി ഈ മീനാട് വില്ലേജിലാണ് കഴിഞ്ഞ 2 വർഷമായി വില്ലേജ് ഓഫീസറായിട്ടുള്ളത്. അതിന് മുമ്പ് തന്നെ ഞാൻ കൊല്ലത്തുള്ള പല വില്ലേജുകളിലും വില്ലേജ് അസിസ്റ്റൻ്റായും സ്പെഷ്യൽ വില്ലേജ് ഓഫീസറായും നിരവധി വില്ലേജുകളിൽ ജോലി നോക്കിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ എന്നുള്ള ജോലി നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും കഠിനമായ ജോലികളിൽ ഒന്നാണ്. ഒട്ടേറെ ആക്ഷേപങ്ങൾക്കിടയാക്കുന്ന ജോലിയുമാണ്. എവിടെയും ഉള്ളതുപോലെ ആവശ്യങ്ങളേറെയും ചെയ്യാൻ ആൾ കുറവുണ്ടാകുമ്പോൾ സംഭവിക്കുന്ന തരത്തിലുള്ള പരാതികൾ നിരവധി ഉണ്ടാകുന്നു. ഒരു സാധാരണക്കാരനെന്നുള്ള നിലയിൽ ഞാനും വളരെ സാധാരണ കുടുംബത്തിൽപ്പെട്ട ആളായതുകൊണ്ടും ഈ ഓഫീസിലെത്തുന്ന എല്ലാ ആളുകളുടെയും കാര്യങ്ങൾ ഒരു സാധാരണക്കാരൻ്റെ മനസ്സോടുകൂടി കാണാൻ എനിക്ക് കഴിയുമായിരുന്നു. ആ നിലയിൽ ഞാൻ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളെയൊക്കെ വിലയിരുത്തിയാകണം അവാർഡിനായി പരിഗണിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും അവാർഡ് കിട്ടുമെന്നൊന്നും നേരത്തെ കരുതിയിരുന്നില്ല, അത്തരത്തിൽ ശ്രമിച്ചിരുന്നുമില്ല. സ്വാഭാവികമായും ഈ ജോലി ചെയ്തു പോകുന്നതിൻ്റെ ഭാഗമായി ലഭിച്ചിട്ടുള്ള ഒരു അംഗീകാരമാണ് ഇങ്ങനെ കിട്ടിയത്. ഈ വില്ലേജിലെ ജോലി വലിയ കഠിനമായ ജോലിയും ഭാരിച്ച ജോലി ചുമതലകളും ഉള്ളതുമാണ്. ഏതാണ്ട് സർക്കാർ സംവിധാനത്തിൽ എല്ലാ വകുപ്പുകൾക്കും ആവശ്യമായ വിവരശേഖരണങ്ങളും അന്വേഷണങ്ങളും ഒക്കെ വില്ലേജ് ഓഫീസ് മുഖേനയാണ് നടപ്പിലായി വരുന്നത്. അതുകൊണ്ട് തന്നെ ദൈനംദിനം ജോലി തീർത്തു പോയാലും പിറ്റേ ദിവസം രാവിലെ മുതൽ നമ്മൾ മനസ്സുകൊണ്ടറിയാത്ത കണക്കുള്ള 100 കണക്കിന് ജോലികൾ നമുക്ക് ഓരോ ദിവസവും ലഭിക്കുകയാണ് പതിവ്. അതെല്ലാ വില്ലേജ് ഓഫീസിലും ഇത് തന്നെയാണ് അവസ്ഥ. അത് ഒരു പരിധിവരെയൊക്കെ പരാതിക്കിടയില്ലാത്ത നിലയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് വിശ്വാസം. അങ്ങനെ ചെയ്യപ്പെടുമ്പോൾ ഉള്ള ഒരു ആത്മസംതൃപ്തിയും ഈ ജോലിയിൽ നിന്ന് ലഭിക്കാറുണ്ട്. സാർ സർവീസിൽ വന്നപ്പോൾ സാർ തന്നെ എടുത്ത് പറയുകയുണ്ടായി, ഭാരിച്ച പണികൾ തന്നെ ഇവിടെ ഉണ്ട്. കാര്യം ഓരോ ആവശ്യങ്ങൾക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന വില്ലേജ് ഓഫീസിനാണ്. എന്താവശ്യത്തിന്, ഈവൻ ഒരു എക്സാം കാര്യത്തിനാണെങ്കിൽ പോലും നമ്മൾ വില്ലേജ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒപ്പം തന്നെ സാറ് ഫീൽഡും അതുപോലെ തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോയി എന്നുള്ളത് വളരെ അത്ഭുതം തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ ഖനന പ്രവർത്തനങ്ങളിലാണെങ്കിലും മറ്റുള്ള അഴിമതിക്കിടവരുന്ന പല മേഖലകളും സാറിൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ചു എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അതൊക്കെ സാറിന് എങ്ങനെ ഇതിനിടയിലൂടെ അതൊക്കെ ചെയ്യുവാനായിട്ട് സാധിച്ചു എന്നൊന്ന് പറയാം? എപ്പോഴും വില്ലേജ് ഓഫീസിനെ ചുറ്റിപ്പറ്റി കുറേയധികം ഏജൻറ്റുമാരും അപേക്ഷ എഴുത്തുകാരെന്നുള്ള വ്യാജേന പുറത്ത് നിൽക്കുന്ന ആളുകളും ഒക്കെയാണ് എല്ലാ ഓഫീസിലെയും അഴിമതിക്ക് കളമൊരുക്കുന്ന മുഖ്യ കണ്ണികളെന്നാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. മീനാട് വില്ലേജ് ഓഫീസിൽ ഓഫീസർ എന്നുള്ള നിലയിൽ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഞാൻ ആദ്യമായി ഈ രംഗത്ത് ചെയ്തത് ഇവിടെ അപേക്ഷ എഴുത്തുകാരായി ഇരുന്ന ആളുകളെ മുഴുവൻ ഈ കോമ്പൗണ്ടിൽ നിന്ന് പുറത്താക്കുകയും എല്ലാ അപേക്ഷകളും ഓൺലൈനാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഓൺലൈൻ വഴി അപേക്ഷകൾ സ്വീകരിച്ചപ്പോൾ അത്തരം ഇടനിലക്കാരൻ്റെ റോളുകൾ പൂർണ്ണമായും അവസാനിച്ചു. അതുപോലെ തന്നെ പരിസരത്താകെ വില്ലേജ് ഓഫീസുകളുടെ മുമ്പിലൊക്കെ തന്നെ കൂണുപോലെ മുളച്ചു പൊങ്ങുന്ന കുറേ ഫോട്ടോസ്റ്റാറ്റ് കടകളും അവിടെ നടപ്പിലാവുന്ന ചില ഇടനിലക്കാരുടെ സ്വഭാവത്തിലുള്ള ആളുകളുമുണ്ട്. അത് ഈ ഓഫീസിൻ്റെ പരിസരത്തും കുറവൊന്നുമല്ലായിരുന്നു. അപ്പോൾ അത്തരം ആളുകളെ പൂർണ്ണമായും ഓഫീസിൽ നിന്ന് അകറ്റിയോടുകൂടി തന്നെ പല അഴിമതിയും പലപ്പോഴും വില്ലേജ് ഓഫീസും വില്ലേജ് ഓഫീസിലുള്ളവരും അറിഞ്ഞല്ല നടക്കുന്നതെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. കാരണം വില്ലേജ് ഓഫീസിലെ ആളുകളുടെ പേര് പറഞ്ഞ് പുറത്തുള്ള ആളുകൾ അവർ പോലും അറിയാതെയാണ് അഴിമതിക്ക് കളമൊരുക്കുന്നത്. അപ്പോൾ അത്തരം ആളുകളെ പൂർണ്ണമായും ഈ ഓഫീസിൻ്റെ അകത്തുനിന്ന് പുറത്താക്കുവാൻ, അല്ലെങ്കിൽ അത്തരം ഏജൻറ്റുമാർക്ക് കയറാൻ കഴിയാത്ത ഇടമാക്കി മീനാട് വില്ലേജ് ഓഫീസിനെ മാറ്റി എന്നതാണ് ഈ രംഗത്ത് മീനാട് വില്ലേജ് ഓഫീസിന് കൈവരിക്കാൻ കഴിഞ്ഞ ഒരു നേട്ടമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പുറത്താക്കപ്പെട്ട ആളുകൾ വലിയ ശത്രുതാ മനോഭാവത്തോടുകൂടി പുറത്തുണ്ട്. ആ ശത്രുത അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ജനങ്ങൾക്കത് വലിയ ഉപകാരമായിട്ടുണ്ട്. ഇടനിലക്കാരൻ്റെ അഭാവത്തിൽ ഈ ഓഫീസിൽ വരുന്നവർക്ക് അന്നന്ന് തന്നെ കാര്യം സാധ്യമാകുന്ന തരത്തിൽ
ഒരു പരിധിവരെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി മുന്നോട്ട് പോകാനും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ആളുകൾ രണ്ടാമതൊരിക്കൽ കൂടെ ഓഫീസിൽ വരുത്തരുതെന്നുള്ളതാണ് സാറിൻ്റെ താല്പര്യം. ആദ്യം വരുമ്പോൾ തന്നെ എല്ലാവരുടെയും കാര്യം പരിഹരിച്ച് വിടാറുണ്ട്. അതുകൊണ്ടാണ് സാറിന് ഈ ഒരു അവാർഡ് കിട്ടിയത്. ഇപ്പോൾ മിക്ക പഞ്ചായത്തുകളും ഈ പഞ്ചായത്ത് അല്ലെങ്കിൽ ഈ വില്ലേജ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വയനാട് പോലും സമ്പൂർണ്ണമായിട്ട് ഈ പഞ്ചായത്തായി മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ തരത്തിൽ വരുന്ന സാറിന് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചതും, ഒപ്പം തന്നെ നമുക്കറിയാം അക്ഷരാഭ്യാസം ഇല്ലാത്ത അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും അങ്ങനെ ആ കാറ്റഗറിയിലുള്ളവരെ ചേർന്ന് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റിയത്? ചാത്തന്നൂരെ എല്ലാ വില്ലേജ് ഓഫീസുകളെയും ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തി ISO അംഗീകാരം ലഭിക്കുന്ന തരത്തിലേക്ക് ഉയർത്തിയെടുക്കുവാൻ കേരളത്തിൽ മറ്റെങ്ങുമില്ലാത്ത തരത്തിൽ വിപ്ലവകരമായ ഒരു പ്രവൃത്തി ചാത്തന്നൂർ മേഖലയിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഗുണഭോക്താക്കളാണ് സത്യത്തിൽ മീനാട് വില്ലേജ് ഓഫീസർ അടക്കമുള്ള ഞാൻ ഉൾപ്പെടെയുള്ളവർ. കാരണം മറ്റെങ്ങും വില്ലേജിൽ ഓഫീസുകളൊക്കെ കുടിസുമുറികളിലും ഒരു ലാപ്ടോപ്പും ഒരു പ്രിൻ്ററും ഒക്കെ ഉപയോഗിച്ച് നിൽക്കുമ്പോൾ ആധുനിക ഉപകരണങ്ങളെല്ലാം വിവിധ ഫണ്ടുകളിൽ നിന്നും സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചും ഒക്കെ ഏർപ്പെടുത്തി തന്നതാണ് യഥാർത്ഥത്തിൽ ഓൺലൈൻ സംവിധാനത്തിലൂടെ മികച്ച സേവനം ലഭ്യമാക്കാൻ കഴിഞ്ഞത്. കുടുംബശ്രീ പ്രവർത്തകരെയൊക്കെ പ്രത്യേക യോഗങ്ങൾ വിളിച്ചു ചേർത്ത് പൊതുജനങ്ങളെ ഓൺലൈൻ സംവിധാനം പരിശീലിപ്പിച്ചു. ആ നിലയിലൊക്കെ പൊതുജനങ്ങളെ കൂടി ബോധവാന്മാരാക്കി എടുത്തതുകൊണ്ടാണ് നമുക്ക് കുറ്റമറ്റ നിലയിൽ ഈ പ്രവർത്തനം ഈ ചാത്തന്നൂർ മണ്ഡലത്തിൻ്റെ മീനാട് വില്ലേജ് ഓഫീസിലിരുന്ന് നിർവഹിക്കാൻ കഴിയുന്നതെന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. പക്ഷേ ഫാമിലി മെമ്പർ എന്നൊക്കെ ആകുമ്പോഴത്തേക്ക് പാരൻസിൻ്റെ സപ്പോർട്ട്, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് സപ്പോർട്ട്, അല്ലെങ്കിൽ വൈഫ് മക്കൾ അവരുടെ സപ്പോർട്ട്. അപ്പോൾ അത്തരത്തിൽ സാറിന് കിട്ടിയ ഒരു സപ്പോർട്ട് വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ എങ്ങനെയായിരുന്നു സാർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയത്? അതിൽ നിന്നും സർവീസിലേക്ക് സാറിന് എന്താണ് അതിൽ നിന്നും കൂടുതൽ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചത്? സാധാരണക്കാരെന്ന് വെച്ചാൽ വളരെ സാധാരണ കുടുംബത്തിൽപ്പെട്ട ആളാണ്. പിന്നെ ഇടക്കാലത്ത് ഞാൻ NK പ്രേമചന്ദ്രൻ അദ്ദേഹം കൊല്ലത്ത് MP ആയ കാലം മുതൽ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായും ഒക്കെ ദീർഘകാലം അദ്ദേഹത്തോടൊപ്പം എനിക്ക് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കുമെന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തോടൊപ്പമുള്ള സഹവാസം എനിക്ക് അദ്ദേഹം പ്രത്യേകമായി എന്നെ പർപ്പസായി സഹായിക്കാനൊന്നും മുന്നിട്ടിറങ്ങിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തോടൊപ്പമുള്ള എൻ്റെ സഹവാസം എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ആർജിച്ച അറിവുകൾ ആണ് എനിക്ക് പിന്നീട് ജോലി കിട്ടുന്ന തരത്തിലേക്ക് മാറിയത്. അങ്ങനെ എനിക്ക് അദ്ദേഹം മന്ത്രിയായപ്പം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ ഞാൻ അംഗമായിരുന്നു. അപ്പോൾ ഇന്നും അദ്ദേഹമായിട്ട് എനിക്ക് വലിയ അടുപ്പവും ബന്ധവുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പമുള്ള സഹവാസം എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഞാൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സർക്കാർ ചിലപ്പോൾ സർക്കാർ ജീവനക്കാരനായേക്കാം, പക്ഷേ ഒരു പ്രവർത്തന ശൈലി എനിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒപ്പം നടന്ന് കണ്ടുപഠിച്ചതാണ്. അതൊരു അദ്ദേഹം അസാമാന്യ മനുഷ്യനും വ്യക്തിത്വത്തിനുടമയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ നമുക്കെത്താൻ കഴിയില്ല. പക്ഷേ എങ്കിലും അദ്ദേഹത്തെ കണ്ട് നടന്നതിൻ്റെ ചില ഗുണങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് ഒരു അനുഭവങ്ങൾ അതെൻ്റെ ജീവിതത്തിലും വലിയ സ്വാധീനം ചെലുത്തിയതാണ്. ഈ ഒരു അവാർഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ വില്ലേജ് ഓഫീസിൽ ഒരു വില്ലേജ് ഓഫീസർ എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെയധികം പ്രശംസനീയമാണ്. ഓരോ ജീവനക്കാരനും അവരെ കൊണ്ട് നല്ല രീതിയിൽ ജോലി ചെയ്യിക്കുന്നതിനും അവർക്ക് ജോലിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ മറ്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളോട് ഒത്തൊരുമിച്ച് നിന്ന വില്ലേജ് ഓഫീസർ തന്നെയാണ്. അദ്ദേഹത്തിന് ഇത്തരം ഒരു അവാർഡ് കിട്ടിയതിൽ ഞങ്ങൾ ജീവനക്കാർ വളരെയധികം സന്തോഷവാന്മാരാണ്. അപ്പം അതിൽ അത്രയും ഒരു അനുഭവങ്ങളിലൂടെ വന്നിട്ട് സാർ ഇത്രയും ഒരു വലിയൊരു തിളക്കം എന്ന് തന്നെ പറയാമല്ലേ, വലിയൊരു പൊന്തൂവലം എന്നൊക്കെ നമുക്ക് പറയത്തക്ക രീതിയിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിച്ചു. അതിന് എന്തായിരുന്നു സാറിൻ്റെ കൂടുള്ള സ്റ്റാഫുകളുടെയൊക്കെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഓരോ കാര്യങ്ങൾക്ക് ഓരോ ആവശ്യങ്ങൾക്ക് വരുന്നവർ നമ്മളെ ബിഹേവ് ചെയ്യുന്നതും അല്ലെങ്കിൽ തിരിച്ച് അവർക്ക് കൊടുക്കുന്ന റെസ്പോൺസ് ഒക്കെ ആണല്ലോ ഒരു ഹയസ്റ്റ് പൊസിഷനിലേക്കൊക്കെ നമ്മളെ എത്തിക്കുക എന്ന് പറയുന്നത്. അതെങ്ങനെയായിരുന്നു? പ്രമാണങ്ങളായാലും കരവട രസീതായാലും പേരുകൾ പോലും തണ്ടപ്പേര് അങ്ങനെയൊക്കെയുള്ള പേരുകൾ പോലും പിന്നെ BTR FMB ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ പോലും സാധാരണക്കാരന് അപ്രാപ്യമാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് പലരും പല കാര്യങ്ങളും വലിയ സങ്കീർണമാണെന്ന് കരുതിയിരിക്കുന്ന ഒരു കാര്യമാണ് റവന്യൂ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഒരുപാട് പഴക്കം ചെന്ന കേസുകളും നടക്കത്തില്ല എന്ന് കരുതിയിരുന്നതും നൂലാമാലകൾ ഉണ്ടെന്ന് കരുതി വരാതിരുന്നതുമൊക്കെ ആയ 1950 തൊട്ടൊക്കെയുള്ള നിരവധി കേസുകൾ ഇവിടെ വന്നപ്പോൾ അത് അവരുടെ പ്രശ്നം പരിഹരിക്കണമെന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ചില പരിചയങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് അത് വളരെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ എൻ്റെ സ്വയം ഒരു ചാരിതാർത്ഥ്യമായി ഞാനിതിനെ കാണുന്നത്. അങ്ങനെ ഈ പറഞ്ഞ ആ ജോലികൾ ആളുകളെ സഹായിക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ പലപ്പോഴും പലരും റിസ്ക്കുകൾ എടുക്കാൻ തയ്യാറല്ല. കാര്യം നമുക്ക് എന്തെങ്കിലും ചെയ്യുന്നത് തെറ്റിപ്പോയാൽ
അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നമ്മൾ മാത്രം അനുഭവിക്കണമല്ലോ, അപ്പോൾ പിന്നെ എന്തിനായി റിസ്ക് എടുക്കുന്നത്? പക്ഷേ നമ്മൾ അല്പം റിസ്ക് എടുക്കാൻ ശ്രമിച്ചാൽ ഒരാളുടെ പ്രശ്നം അങ്ങ് പരിഹരിക്കപ്പെടും. ഞാൻ അത്തരം റിസ്ക്കുകൾ പലപ്പോഴും എടുക്കാറുണ്ട്. എൻ്റെ ഒരു കയ്യൊപ്പ് കൊണ്ട് ഒരാളുടെ പ്രശ്നം അങ്ങ് തീരുവെങ്കിൽ അങ്ങ് നടക്കട്ടെ എന്ന് വിചാരിക്കും. അതിന് പിന്നീട് വരുന്ന ഭവിഷ്യത്ത് അങ്ങ് അനുഭവിക്കാമെന്ന് കരുതും. എന്തായാലും എനിക്കങ്ങനെ ഭവിഷ്യത്തുകളൊന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ചെയ്തതൊക്കെ ഭംഗിയായിട്ട് തന്നെയാണ് കലാശിച്ചിട്ടുള്ളത്. പിന്നെ സ്വാഭാവികമായും ഈ പറയുന്നത് പോലെ നമ്മൾ വിചാരിച്ചാലും ചെയ്തു കൊടുക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. സമ്പൂർണ്ണമായും തെറ്റായി വന്നതോ അല്ലെങ്കിൽ മനഃപൂർവ്വം തെറ്റുവരുത്തിയതോ ആയ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സർക്കാർ സ്ഥലത്തിനൊക്കെ വ്യാജരേഖകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവരുടെ പേരിലിരുന്നത് നമ്മൾ കണ്ടെടുത്ത് കഴിയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ശത്രുതയും വരും, നമ്മളെക്കുറിച്ച് കുറേ ആക്ഷേപങ്ങളും ഉന്നയിക്കും. പക്ഷേ അതൊക്കെ നിയമപരമല്ലാത്തത് കൊണ്ട് നമുക്കവരെ സഹായിക്കാൻ കഴിയാതെയും വരും. ഇപ്പോൾ സ്വാഭാവികമായും റോഡ് സൈഡിലൊക്കെ കൂണ് പോലെ കടകൾ കൊണ്ടുവച്ച് ഒരാൾ കൊണ്ടുവയ്ക്കുമ്പോൾ അടുത്ത കട, ഇതൊക്കെ സർക്കാർ പുറമ്പോക്കിൽ നിന്നും അതിനെ ഒഴിപ്പിക്കാൻ നമ്മൾ നടപടി സ്വീകരിക്കുമ്പോൾ അതുമൊക്കെ വെറും പാവങ്ങളായ ആളുകളാണ്. പക്ഷേ അവരുടെ എതിർപ്പുകളും നമുക്ക് നേരിടേണ്ടി വരും. പക്ഷേ നിയമപരമായി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ആ എതിർപ്പുകൾ നമ്മൾ അവഗണിക്കുക മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ. അങ്ങനെയാണിത് ചെയ്ത് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം കോറിയൊക്കെ ഒരിടയ്ക്ക് ഒരു നിയന്ത്രണമില്ലാണ്ട് ആരും പാവങ്ങളുടെ നെഞ്ചത്തു കൂടിയൊക്കെ ചവിട്ടിക്കയറി എന്നൊക്കെ വേണമെങ്കിൽ നമുക്കത് പറയാൻ പറ്റും. അത്തരത്തിലുള്ള മേഖലകളിൽ സാറിന് ഇടപെടാനുണ്ടായ ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു ഇൻസ്പിറേഷനൊക്കെ സാറിന് എങ്ങനെയാണ് ആർജിക്കാനായിട്ട് പറ്റിയത്? അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാഫുകളുടെയൊക്കെ സപ്പോർട്ട് വേണം. കാരണം നമുക്കറിയാം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മേഖലകളിൽ നിന്നുള്ളവരാണ്. എല്ലാ സ്റ്റാഫുകളും ഒരേ രീതിയിൽ ഇപ്പം നമ്മൾ പറയുന്ന അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ടാവും, ചെയ്യാത്തവരുണ്ടാവും, ഇത് രണ്ടിലും ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ അത്തരത്തിലെല്ലാം കൂടി മാനേജ് ചെയ്തെങ്കിൽ മാത്രമേ എല്ലാം കൊണ്ടുപോകാനായിട്ട് പറ്റും. അതൊക്കെ സാറിന് എങ്ങനെയാണ് സാധിച്ചത്? ഞാൻ പറഞ്ഞത് ഇത് വളരെ ശരിയാണ്. നമ്മൾ വ്യത്യസ്തമായ മേഖലകളിൽ നിന്ന് വരുന്നവരാണ് ജീവനക്കാരെല്ലാവരും. പലതരത്തിലുള്ള എബിലിറ്റി കേപ്പബിളായ ആളുകളാണ്. ചില കാര്യത്തിൽ ചിലർ കൂടുതൽ താല്പര്യമുള്ളവരാണ്, ചിലതിൽ കുറച്ച് എഫിഷ്യൻ്റ് അല്ലാത്തവരുണ്ട്. പക്ഷേ ഇവരെല്ലാം കൂട്ടി യോജിപ്പിച്ച് നമുക്കൊരു വർക്ക് ഫോം ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മൾ കുറേയൊക്കെ വിജയിക്കുന്നത്. എൻ്റെ ജീവനക്കാർ കഠിനാധ്വാനം ചെയ്യുന്ന ജീവനക്കാരാണ്. അതിൽ അവർക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഞാനോടൊപ്പം അവരുടെ കൂടെ നിന്ന് ചെയ്യുകയാണ്. പക്ഷേ എന്നോടൊപ്പം ഈ കഴിഞ്ഞ 2 വർഷവും ഇവിടെ പ്രവർത്തിച്ച എല്ലാ ജീവനക്കാരും അവരുടെ അധ്വാനത്തിൻ്റെ ഫലം എന്നുള്ള നിലയിലാണ് ഞാൻ ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നത്. എൻ്റെ ഒരു മികവ് എന്നത് വളരെ കുറവാണ്. അവരാണ് അതിൻ്റെ ശില്പികൾ. അവർക്ക് നേതൃത്വം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അവരാണ് ഈ ജോലികളെല്ലാം ഭംഗിയായി ചെയ്യുന്നവർ. ഞങ്ങൾ കൂട്ടായ്മയുടെ കൂടിയൊരു ഫലമാണ് ഈ അവാർഡ് ലഭിക്കുന്നത്. അവരിൽ ഞാൻ പൂർണ്ണമായി സംതൃപ്തനാണ്. എൻ്റെ ഓഫീസിലെ ജീവനക്കാർ, അതുപോലെ തന്നെ എൻ്റെ മേലുദ്യോഗസ്ഥർ, താലൂക്കിലുള്ള തഹസിൽദാർ അടക്കമുള്ളവർ പൂർണ്ണ പിന്തുണയാണ് വില്ലേജ് ഓഫീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നൽകാറുള്ളത്. പിന്നെ ഏറ്റവും വിശിഷ്യ നമ്മുടെ ചാത്തന്നൂർ മേഖലയിലെ ജനപ്രതിനിധികളും ബഹുജനങ്ങളും നല്ലതാണ് നമ്മൾ ചെയ്യാൻ തുടങ്ങുന്നതെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അകമഴിഞ്ഞ പിന്തുണയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാഗത്തു നിന്ന് വില്ലേജ് ഓഫീസർ എന്നുള്ള നിലയിൽ എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ആകെ എനിക്ക് ശത്രുതയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഇവിടുന്ന് പുറത്താക്കിയിട്ടുള്ള കുറച്ച് ഏജൻറ്റുമാരെന്ന് പറയുന്നവർ മാത്രമാണ്. അല്ലാതെ ആരും തന്നെ ശത്രുതയുണ്ടോയെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത്രയാണ്. സാറിന് അവാർഡ് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലും വളരെ സന്തോഷമുണ്ട്. സാറിനെ കണ്ട ആദ്യം അവന് കക്ഷികൾ പേടിക്കുമെങ്കിലും പിന്നീട് സാറിൻ്റെ പ്രവർത്തനം കൊണ്ട് കക്ഷികൾ പിന്നെ സന്തോഷത്തോടെയാണ് ഈ ഓഫീസിൽ നിന്നും പോകുന്നത്. നമുക്കറിയാം ഇപ്പോൾ പാവങ്ങൾ തന്നെ ഓഫീസിലേക്ക് വരികയാണെങ്കിൽ ഈ ആൾക്കാരായിരിക്കും ആദ്യം ഏതിനാ വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ തന്നെ ഒന്ന് നെർവസ് ആവാറുണ്ട്. അവർ ഓഫീസിലേക്ക് ഏറുന്നതിന് മുന്നേ ഇവരെ ആയിരിക്കും ഫേസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ ചിലപ്പോൾ അവർ എടുത്തു കൊടുക്കുന്ന നേരെ രീതിയിലായിരിക്കില്ല, അല്ലെങ്കിൽ അപേക്ഷ എഴുതുന്ന വേണം കാര്യത്തിനായിരിക്കത്തില്ല. എന്നാൽ പോലും ഈ അറിഞ്ഞുകൂടാത്തവർ തിരികെ ചെന്നത് ചോദിക്കുമ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു അപേക്ഷ ആയിരിക്കാം എഴുതേണ്ടത്. അത് ചിലപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഓഫീസിലെ തിരക്കുകൊണ്ടായിരിക്കാം ഒത്തിരി ലാഗ് വരുന്നത്. അപ്പോഴായിരിക്കും ഇവരിങ്ങനെയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വന്ന് അവരെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിപ്പിക്കുന്നതും അങ്ങനെ ആയിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ സാറിന് എങ്ങനെയാണ് നേരിടാൻ കഴിഞ്ഞത്? ഇല്ല, ഞാൻ ഈ ഓഫീസിൽ വരുന്ന അപേക്ഷകളെല്ലാം ഓൺലൈൻ ആവണമെന്ന് നിർബന്ധം പിടിച്ചെങ്കിലും ചില കാര്യങ്ങളിൽ മാനുവലായി തന്നെ അപേക്ഷ സ്വീകരിക്കേണ്ടി വരും. അത് നമ്മുടെ ഇവിടെ വരുന്ന കശുവണ്ടി തൊഴിലാളികളോ അങ്ങനെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു അപേക്ഷ എഴുതാൻ കഴിയാതെ വരും. അത്തരം ഘട്ടങ്ങളിൽ എൻ്റെ ഓഫീസിലുള്ളവർ തന്നെ അവർക്ക് അപേക്ഷ എഴുതി കൊടുക്കുന്ന സംവിധാനമാണ് ഈ ഓഫീസിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. എങ്കിലും നമ്മുടെ കണ്ണ് തെറ്റിയാൽ പുറത്തിരിക്കുന്ന ഒരാൾ അവരെ വിളിച്ച് അടുപ്പിച്ച് ഒരാൾ അവരുടെ മുമ്പിൽ പെട്ടാൽ ഈ പാവങ്ങളുടെ കയ്യിൽ നിന്ന് 100 രൂപ ഒരു ഷീറ്റ് പേപ്പറിൽ 4 വരി എഴുതിയിട്ട് കൈക്കലാക്കും. അപ്പോൾ അത്തരം ആളുകളെ ഈ അപേക്ഷ തിരിച്ചു കൊടുപ്പിച്ച് പണം തിരികെ കൊടുപ്പിച്ച് ഇവിടെ വന്ന് അപേക്ഷ എഴുതി കൊടുപ്പിച്ചാണ് ഞാൻ പലപ്പോഴും നടപടി സ്വീകരിക്കാറുള്ളത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുറേ ശത്രുതയുമുണ്ട്. ഞാൻ വന്ന ആളുകൾക്ക് അതൊരു വലിയ കാര്യം. അവർക്ക് ചിലപ്പോൾ ഒരു ദിവസത്തെ വരുമാനം തന്നെ 100 രൂപ പോലും ഇല്ലാത്തവരാണ്. ഈ തൊഴിലുറപ്പ് പദ്ധതിക്കൊക്കെ പോയി കിട്ടുന്നവരാണ്.
അപ്പോൾ അവർ ഈ ആപ്പീസിൽ വരുന്നതിൻ്റെ ഭാഗമായി അവർക്കൊരു 100 രൂപ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന ചിന്തയിലാണ് അത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരു പ്രതിഫലേച്ച ഇല്ലാതെ ചെയ്യേണ്ടുള്ള ഒരു കാര്യത്തിന് അവർ പ്രതീക്ഷിക്കുന്നതിലപ്പുറം പൈസ മേടിച്ചിട്ടാണ് അവർ ചെയ്തു കൊടുക്കാറുള്ളത്. ഇരയെ പിടിക്കാനിരിക്കണ പോലെയാണ് അവരുടെ ഒരു ഇരിപ്പ്. എനിക്ക് അതിനോട് സാറിനോട് നല്ല രീതിയിൽ യോജിക്കാൻ പറ്റുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത്തരത്തിലൊരു പ്രവർത്തനത്തിൽ വളരെ ആധികാരികമായിട്ട് അത് ഇടപെടാനും അത് സമ്പൂർണ്ണമായിട്ട് നമ്മുടെ ആ ഒരു വില്ലേജിൽ നിന്ന് അത് നീക്കം ചെയ്യാനും സാറിന് സാധിച്ചു എന്നുള്ളതിൽ നമുക്ക് വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. അടുത്തതായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ചിലപ്പോൾ അവാർഡിൽ എത്തി നിൽക്കുന്നു, അപ്പോൾ വീട്ടിലുള്ളവർ സാറിനെ എത്രത്തോളം അതിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഒപ്പം തന്നെ സഹപ്രവർത്തകരും? എൻ്റെ ഭാര്യയുടെ വലിയ പിന്തുണയാണ് യഥാർത്ഥത്തിൽ എന്നെ അവാർഡിലേക്ക് നയിക്കുന്നത്. കാരണം എൻ്റെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ തന്നെ ആ ചുമതലകളിൽ നിന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വില്ലേജ് ഓഫീസറുടെ ജോലി വളരെ താഴെത്തട്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണെങ്കിലും ഭാരിച്ച ജോലിയാണ്. ജനങ്ങൾ എന്തിനും ആശ്രയിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത്തരം ജോലിയിലേക്ക് ഫുള്ള് എൻഗേജറായി കുടുംബകാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി ഇതിന് വിട്ടിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് അത്തരം നേട്ടങ്ങളുണ്ടാകുന്നത്. മറ്റ് പല സ്നേഹിതർക്കും ഞാൻ തിരക്കി അറിഞ്ഞിട്ടുണ്ടാവും. അവരെ കുഴപ്പമല്ല, വീട്ടിൽ ഒരുപാട് കുട്ടിയെ സ്കൂളിൽ കൊണ്ടാക്കാൻ പോണ്ടി വരും, കുഞ്ഞിൻ്റെ കാര്യത്തിന് പോണ്ടി വരും, PTA യോഗത്തിന് പോണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ജോലിയിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരുന്ന സാഹചര്യം ഉണ്ട്. എല്ലാ വലിയ ഓഫീസർമാരും നല്ല മിടുക്കന്മാർ തന്നെയാണ്. പക്ഷേ എനിക്ക് എൻ്റെ ഭാര്യ അതെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ എൻ്റെ പ്രവർത്തനത്തിൽ ഒരു മികവ് പ്രകടിപ്പിക്കാൻ എനിക്ക് അവസരം ഉണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും അവൾക്ക് അതിൽ വലിയ പങ്കാവുള്ള. ഇതുപോലുള്ള ഉദ്യോഗസ്ഥരെയാണ് നമ്മുടെ നാടിന് ആവശ്യം. നമ്മുടെ നാടിലെ ഓരോ സ്പന്ദനങ്ങളും അറിഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരായി മാറുക ഓരോരുത്തരും. അതിൻ്റെ അക്ഷരാർത്ഥത്തിൽ വലിയൊരു മാതൃകയായി മാറിയിരിക്കുകയാണ് സുനിൽകുമാർ സാറ്. അപ്പം സുനിൽകുമാർ സാറിന് സമുദ്ര വിഷൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.